നിങ്ങൾ ഈ ആരോട് പിണക്കം കാണിച്ചാലും ദൈവത്തോടും ദൈവ സാന്നിധ്യത്തോടും പിണക്കം കാണിക്കരുത്. അറ്റ് എനി സിറ്റുവേഷൻ, അറ്റ് എനി പ്രോബ്ലംസ് ഒരിക്കലും ദൈവത്തോട് പരിഭവം കാണിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവപ്രവർത്തികളെയും നമ്മൾ ഒരിക്കലും ധിക്കരിക്കാനോ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ ദേഷ്യം കാണിക്കാൻ പോകരുത്. അത് മനുഷ്യൻ്റെ കയ്യിൽ വീണാൽ ഇത്രയ്ക്കേ ഉള്ളൂ, തമ്പുരാൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് വചനം കേൾക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും എൻ്റെ മുകളിൽ അവിടുന്ന് റിലീസ് ചെയ്യണം. എന്തോ കർത്താവിനോട് ഇങ്ങനെ പരിഭവങ്ങൾ പ്രകടിപ്പിച്ചവരും ഇങ്ങനെ മനസ്സുകൊണ്ട് പിണങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൾ ഉയർത്തി. നിങ്ങളുടെ മുകളിലേക്ക് വരേണ്ട ഒരു മാൻഡിലുണ്ട്. നിങ്ങളിലേക്ക് ഈ മനുഷ്യരെ പിശാച് കയ്യിലെടുത്ത് അതിനുവേണ്ടി ഉപയോഗിക്കും. ഞാൻ ഉറപ്പായും പറയുന്നത്, മനുഷ്യനെ കയ്യിലെടുത്ത് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും. ആ ഡിസ്കറേജ്മെൻറ്റ് ഒരിക്കലും സഭയോടോ ദൈവ സാന്നിധ്യത്തോടോ ദൈവപുരുഷനോടോ ആത്മീക ശുശ്രൂഷകളോടോ കാണിക്കരുത്. അത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവളെ പിശാച് കയ്യിലെടുത്തത്. അവിടെ നിങ്ങൾക്കൊരു വിസ്ഡം, ഒരു പരിജ്ഞാനം അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ യു ആർ ഗോയിങ് ടു റിസീവ് ദ ഡെലിവറൻസ് ആൻഡ് ദ ബ്ലെസ്സിങ്സ് ടു യുവർ ലൈഫ്.